അട്ടപ്പാടിയിൽ വനത്തിലകപ്പെട്ടു പോയ പോലീസ് സംഘം തിരിച്ചു വന്നു. അഗളി ഡിവൈഎസ്പി അടക്കമുള്ള ഒരു സംഘമാണ് വഴിതെറ്റി കാട്ടിലകപ്പെട്ടു പോയത്. 14 സംഘമാണ് വനത്തിലകപ്പെട്ടത്. കഞ്ചാവ് തോട്ടം പിടിക്കാൻ പോയ സംഘമാണ് കാട്ടിൽ പോയതും വഴിതെറ്റി കാട്ടിനുള്ളിലായി പോയത്. ഇപ്പോൾ അവർ മടങ്ങിയെത്തിയെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ദീപക് തർമ്മടം ചേരുന്നു കോഴിക്കോട് നിന്ന്. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം ഇന്ന് നടക്കും. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം വൈകുന്നേരം 4:30 മണിക്ക് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ദീപക് തർമ്മടം മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ ദീപക്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രതികൂലമായൊരു കാര്യമാണ്. കാരണം പരമ്പരാഗതമായി കരിപ്പൂരിൽ നിന്നും വലിയ തോതിൽ ഹാജിമാർ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി യാത്ര തിരിക്കാറുള്ളതാണ്. ഹജ്ജ് ക്യാമ്പ് വളരെ സജീവമാവാറുണ്ട്. പക്ഷേ എന്നാൽ ഇക്കുറി ഈ കോഴിക്കോട് മലബാറിൽ കണ്ണൂർ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഹാജിമാർ, അതായത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നാണ്. പക്ഷേ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇപ്രാവശ്യം നിരക്ക് വലിയ തോതിൽ കൂട്ടിയിരിക്കുന്നു. അതായത് മറ്റ് എയർപോർട്ടുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 70,000 60,000 ഒക്കെ വർധനവാണ് കരിപ്പൂരിൽ നിന്നും തീർത്ഥാടനത്തിന് പോകുന്ന ഹാജിമാർ നൽകേണ്ടിയിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമായി തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും ഹാജിമാരിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ഉയർന്നു. ഇന്നിപ്പോൾ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിഷേധ പരിപാടി നടക്കുന്നു. പ്രതിഷേധ സംഗമം എന്നുള്ള രീതിയിൽ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വലിയ രീതിയിൽ ജനക്കൂട്ടം പ്രതിഷേധവുമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിനിടയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്മൃതി ഇറാനിയുമായി കേന്ദ്രമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാലാണ് അതിലൊരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും SKN ഈ ഏറ്റവും കൂടുതൽ പരമ്പരാഗതമായി മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഹാജിമാർ പോയിക്കൊണ്ടിരുന്നത്. ആ മലപ്പുറം ജില്ലയിലുള്ള കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരക്ക് മറ്റ് എയർപോർട്ടുകളെക്കാൾ വലിയ രീതിയിൽ ക്രമാതീതമായി ഉയർത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും ഇടപെടൽ വന്നേക്കാം, വീണ്ടും ഒരു ടെൻഡർ വിളിക്കുകയോ നിരക്ക് കുറക്കാനുള്ള ഇടപെടൽ വന്നേക്കാം. ഏതായാലും രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യൂത്ത് ലീഗിൻ്റെ മാർച്ചോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. ദീപക് തർമ്മടം.